മനുഷ്യ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മനുഷ്യ ജീവിതം ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്ത ഒട്ടുമിക്ക വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, ജീവിതം എന്താണ്? ജീവിതം ലോകത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമുണ്ടെങ്കിൽ അതെന്താണ്? മനുഷ്യ ജീവിതമാണ്. കാരണം ജീവിതത്തെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? പ്രഡിക്റ്റ് ചെയ്യുവാൻ കഴിയില്ല. അതുപോലെ ജീവിതത്തിൽ നമുക്ക് പ്രിപ്പയറായിട്ട് ഇരിക്കാൻ കഴിയില്ല. കഴിയുമോ? ഇപ്പം ജീവിതത്തിൽ നമുക്ക് പ്രിപ്പയർ ആയിട്ടിരിക്കാൻ കഴിയുമോ? ഇപ്പോൾ ഉദാഹരണം ചെറിയൊരു എക്സാമ്പിൾ പറയുക. നമ്മൾ തലേ ദിവസം വിചാരിക്കുകയാണ് നാളെ രാവിലെ ഡ്രസ്സൊക്കെ കഴുകിയിടണം എന്ന് കരുതുന്നു. ഒരു എക്സാമ്പിൾ പറയും, ജസ്റ്റ് എക്സാമ്പിൾ. നമ്മൾ ചെയ്തു, സോപ്പ് പൗഡറും ഒക്കെ മേടിച്ച് ഡ്രസ്സ് കഴുകാനായിട്ടിരുന്നു. പെട്ടെന്ന് ഡ്രസ്സ് കഴുകി, പെട്ടെന്നാണ് അന്തരീക്ഷം ആകെ മാറി പറയുന്നത്. പെട്ടെന്ന് കാറും കോളും വ്യാപിച്ചു, മഴ പെയ്യുന്നൊരു അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് തുണി കഴുകാൻ പറ്റുമോ? ഇല്ല. അതുപോലെയാണ് ജീവിതത്തിൽ നമുക്ക് പ്രിപ്പയർ ആയിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്തെങ്കിലും ഒരു കാര്യം പ്രിപ്പയർഡായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുമോ? ഇല്ല, കഴിയില്ല. നമ്മൾ വിചാരിക്കുന്നത് 100 കാര്യങ്ങൾ വിചാരിച്ചാൽ, 100 കാര്യങ്ങൾ ആഗ്രഹിച്ചാൽ അതിൽ ചിലപ്പോൾ 10 കാര്യങ്ങൾ പോലും ചിലപ്പോൾ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി എന്ന് വരില്ല. കേട്ടോ, അങ്ങനെ ജീവിതം അങ്ങനെയാണ്. ആ ജീവിതം കോംപ്ലിക്കേഷൻസുകളുടെ ഒരു കൂടാണ്, പ്രതിസന്ധികളുടെ ഒരു കൂടാണ് ജീവിതം. നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആ പ്രതിസന്ധികൾ നമ്മളെ വേട്ടയാടും. ഈ പ്രതിസന്ധികളെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം? അതിവിദഗ്ധമായിട്ട് പ്രതിസന്ധികളുടെ കുരുക്ക് അഴിക്കുവാൻ നമുക്ക് കഴിയണം. കേട്ടോ, ഇല്ലെങ്കിലുള്ള കുഴപ്പം എന്തുവാ? പ്രതിസന്ധികൾ നമ്മളെ വിഴുങ്ങിക്കളയും. പ്രതിസന്ധികൾ നമ്മളെ വിഴുങ്ങാൻ നമ്മൾ അനുവദിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? പ്രതിസന്ധികളെ തരണം ചെയ്ത്, ഓവർകം ചെയ്ത് മുന്നോട്ട് പോകണം. കേട്ടോ, നമ്മളൊക്കെ പലരും സന്തോഷം അന്വേഷിച്ച് നടക്കാറുണ്ട്. ഈ സന്തോഷം എവിടെയാണുള്ളതെന്ന് അറിയാമോ? ഈ സന്തോഷമുള്ളത് എവിടെയാണ്? അവരവരിൽ തന്നെയാണ് സുഖങ്ങളും സന്തോഷങ്ങളും ഉള്ളത്. ഈ സുഖങ്ങളും സന്തോഷങ്ങളും അന്വേഷിച്ച് മനുഷ്യൻ രാജ്യത്തെല്ലാം കറങ്ങിയാൽ പോലും എന്ത് ലഭിക്കില്ല? ഈ സുഖങ്ങളോ സന്തോഷങ്ങളോ ലഭിക്കില്ല. സുഖങ്ങളും സന്തോഷങ്ങളും എവിടെയുണ്ട്? നമ്മളിൽ തന്നെയുണ്ട്. ഈ സുഖങ്ങളെയും സന്തോഷങ്ങളെയും സന്തോഷത്തെ കണ്ടെത്തുവാൻ നമുക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നു. അവിടെയാണ് നമ്മളുടെ പരാജയം. നമ്മൾ കസ്തൂരിമാനിനെ കണ്ടിട്ടുണ്ടോ? കസ്തൂരിമാൻ എന്താണ് എൻ്റെ പ്രത്യേകത? കസ്തൂരിമാനിൽ നിന്ന് ഉത്ഭവിക്കുന്ന കസ്തൂരിയുടെ സുഗന്ധം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ഭയങ്കരമായ സുഗന്ധമുള്ള ഒരു വസ്തുവാണ് കസ്തൂരി. ഈ കസ്തൂരി ഉത്ഭവിക്കുന്ന എവിടെയാണ്? കസ്തൂരിമാനിൻ്റെ ശരീരത്തിലാണ്. പക്ഷേ ഈ കസ്തൂരിയുടെ സുഗന്ധം ആർക്ക് മനസ്സിലാവും? കസ്തൂരിമാനും മനസ്സിലാവും. പക്ഷേ ഇത്രയും സുഗന്ധമുള്ള കസ്തൂരി തൻ്റെ ശരീരത്തിലാണ് ഉത്ഭവിക്കുന്നു എന്നുള്ള കാര്യം ആർക്കറിയില്ല? കസ്തൂരിമാനറിയില്ല. അങ്ങനെ കസ്തൂരി ഉത്ഭവിക്കുന്നതിൻ്റെ ഉറവിടം തേടി ആരലയും? കസ്തൂരിമാൻ അലയും. എന്നതുപോലെയാണ് മനുഷ്യൻ്റെ ജീവിതവും. മനുഷ്യനിൽ തന്നെയുണ്ട് സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ മനുഷ്യനിലുണ്ട്. പക്ഷേ ഇത് കണ്ടെത്താൻ പലപ്പോഴും മനുഷ്യന് കഴിയാതെ പോകുന്നു. അപ്പോൾ സുഖങ്ങളും സന്തോഷങ്ങളും നമ്മളിലുണ്ട്. നമ്മളിലുള്ള പ്രതിസന്ധികളെ നമ്മൾ എന്ത് ചെയ്യണം? അതിവിദഗ്ധമായിട്ട് തരണം ചെയ്യണം. അതുപോലെ സുഖങ്ങളും സന്തോഷങ്ങളും നമ്മളിലുള്ള നന്മപരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് എന്ത് ചെയ്യണം? ആ ജീവിതത്തിൽ സുഖവും സന്തോഷവും ഉണ്ടാക്കണം. അതുപോലെ മനസ്സിലാക്കണം, നമ്മൾ ഒരിക്കലും മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് നമ്മൾ എത്തി നോക്കാൻ പാടില്ല. കേട്ടോ, അപ്പോൾ വേറൊരാൾ ജീവിക്കുന്ന രീതിയിൽ നമ്മൾ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ചിലപ്പോൾ നമ്മൾ നടന്നു വരുന്നില്ല. നമുക്ക് ഈശ്വരൻ തന്നിരിക്കുന്ന കഴിവുകൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക? വളരുവാൻ ശ്രമിക്കുക. എനിക്ക് ഒറ്റ ഒരാളോട് അസൂയ ഉള്ള ഒരാളല്ല ഞാൻ. ആരോടും എനിക്ക് അസൂയയില്ല. കേട്ടോ, എന്തുകൊണ്ടെന്നറിയാമോ? ഞാൻ എൻ്റെ കഴിവിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ എൻ്റെ കഴിവിൽ എന്ത് ചെയ്യാൻ ശ്രമിക്കും? വളരുവാനായിട്ട് ശ്രമിക്കും. വേറൊരാളോട് അസൂയ പുലർത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയില്ല? ജീവിതത്തിൽ ഒരിക്കലും ഒരു നല്ല എക്സിസ്റ്റൻസ് ഉണ്ടാവുകയില്ല.